ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത OTPയുടെ കഥ. തികച്ചും സാങ്കല്പികമായ ചിത്രം. ഒരു നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണമായിരുന്നു. ചേട്ടൻ്റെ ആധാർ, റേഷൻ കാർഡ്, കാരാമടച്ച റെസിപ്റ്റ് കൂടെ വേണം. ഫോൺ നമ്പർ എന്ന് പറയോ? 8848937162. ഫോണിലൊരു OTP വരുവേ. ഒരു OTP വരും. ഓ, അതൊന്ന് പറയൂ. 845371. 845371. എത്രയായി? 30 രൂപ. ഓക്കെ അല്ലേ? അണ്ണാ അണ്ണാ ആ അക്ഷയ യന്ത്രത്തിലൂടെ പോണോ അണ്ണാ? അക്ഷയ അമ്മ ഒരു OTP വന്നിട്ടുണ്ടോ ഒന്ന് പറയോ? 965321. ഓക്കെ ഓക്കെ. OTP 702515. OTP 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 OTP. ദയവായി നിങ്ങളുടെ വിരൽ സ്കാനറിൽ വെക്കുക. ദയവായി കാത്തിരിക്കൂ. വിരലടയാളം പരിശോധിക്കുന്നു. ഒന്നുകൂടെ വയ്ക്കി. ഒരു OTP പോയിട്ടുണ്ട്, വിളിച്ചു പറ. ഒന്ന് വിളിക്കട്ടെ. ഹലോ എടി, നിന്റെ മൊബൈലിലെ ഒരു 4 അക്ക OTP നമ്പർ വന്നിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്നാണേ. ഓ, നിനക്ക് ഈ മാസത്തെ റേഷൻ വേണോ? എങ്കിൽ വേണമെങ്കിൽ OTP നമ്പർ എന്ന് പറ. അതെന്തിനാണ് ചേട്ടാ? 7444. ഓക്കെ. ഡേയ് 3 കിലോ പച്ചരിയും 3 കിലോ പുഴുക്കലരിയും. അനിയ, ഇതിവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് വന്നിട്ട് എടുത്തോളാം. മാഡം, എൻ്റെ അക്കൗണ്ടിലുള്ള മൊബൈൽ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ മൊബൈലിൽ ഒരു OTP വന്നിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു തരണേ.
1834. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ നമ്പറിലായിരിക്കും ബാങ്കിൽ നിന്നുള്ള എല്ലാ മെസ്സേജസും വരിക. ഓക്കെ താങ്ക് യു മാഡം. സാറ് പൂച്ചയ്ക്ക് ഒരു വയറിളക്കം. ഇച്ചിരി OTP പറഞ്ഞ ഇച്ചിരി കൂടി പോകുന്നുണ്ട്. അല്ല, അതെന്ന് പറഞ്ഞാലേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ. അണ്ണാ എന്തൊരു സേഫ്റ്റി അണ്ണാ, ഒരു ദിവസം ഒരു മനുഷ്യ എത്ര OTP പറയണമെന്നാ ആലോചിച്ച് നോക്കി. സാരമില്ല, ഞാൻ വിചാരിച്ചു നിങ്ങൾ അവ എടുത്തിട്ട് കളയ്ക്കും. ഏയ്. പിന്നെ അല്ലാതെ അണ്ണാ ഒന്ന് ഒതുക്കിയണ്ണ. ഹലോ സാർ, ഇത് ബാങ്കിൽ നിന്നാണ്. സാറിൻ്റെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞേക്കോ. ആ ഓക്കെ മാഡം നോക്കട്ടെ. 74 38 56. മാഡം 74 38 56. മാഡം കേൾക്കുന്നുണ്ടോ? 743856. ഹലോ, കട്ടായി കട്ടായി. ബാക്കിയാറ് അണ്ണ പോലെ മെസ്സേജ് ഒന്ന് നോക്കട്ടെ. എന്താ? അയ്യോ അണ്ണാ, ഇത് പൈസ പോയണ്ണ. പൈസ പോയി. അയ്യോ, 50,000 രൂപ പോയി. നില്ലേ വീഴും. നിക്ക്, നീ പിടിച്ചോ. വാ, നീ പേടിക്കണ്ട, നമുക്ക് നോക്കാം. കേറ് പതുക്കെ. ഒന്നുമില്ല. ഇരിക്ക്. വെള്ളം കുടിക്ക്. കുടിയടാ. എടാ, എന്ത് പറ്റിയടാ? ഇത് പറ, എന്ത് പറ്റി? ഇടാ, പറയടാ, എന്ത് പറ്റിയടാ? ആശുപത്രി കൊണ്ടുവന്നേ. വാ, ആശുപത്രി പോവാം. വാ. ഇരിക്കണം. എന്ത് പറ്റിയതാ? സാറേ, അത് ബാങ്കിൽ നിന്ന് ഒരു കോള് വന്നതാ. ആ കോൾ അറ്റൻഡ് ചെയ്ത് ഒരു OTP നമ്പർ അങ്ങോട്ട് ചോദിച്ചു. അതിനുശേഷം പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം.
കണ്ണ് തുറന്നേ. മുകളിലോട്ട് നോക്കട്ടെ, മുകളിലോട്ട്. വായം തുറന്നേ. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കുകയൊക്കെ ചെയ്യാം സാർ, പക്ഷെ ഒന്നും പറയുന്നില്ല. BP നോർമലാ. നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. ആക്ച്വലി എന്താ സംഭവിച്ചേ? സാറേ, ഇദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് ഒരു കോള് വന്ന അനുസരിച്ച് OTP നമ്പർ കൊടുത്തു. പാവത്തിന്റെ 50,000 രൂപ അങ്ങ് പോയി. അതിനുശേഷമായി നാക്കെടുക്കാൻ വയ്യാതായത്. എന്താ ചെയ്യാ സാറേ? സൈബർ തട്ടിപ്പാണ്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തോളണം. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയതാ, പക്ഷെ കക്ഷിയൊന്നും മിണ്ടുന്നില്ല. അവസാനമായിട്ട് എന്താ പറഞ്ഞേ? ഒന്ന് ശ്രമിച്ചു നോക്കിയേ. എന്താ? OTP എന്നാണ് പറയുന്നത്. നിങ്ങൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. എഴുതി കാണിക്കാമോ? ഇവിടെ എഴുത്. ഒന്ന് എഴുതിയേ. പറഞ്ഞെഴുത്. ആ, എഴുതിയോ? പറഞ്ഞെഴുത്. പറഞ്ഞെഴുത്. നമുക്കത് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഓക്കെ. പുള്ളിയുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ പറയൂ. രാജേഷ് കെ, കിഴക്കതിൽ വീട്, നാവായിക്കുളം. ഫോൺ നമ്പർ പറയാൻ പറ്റില്ല, എഴുതി കാണിച്ചാലും മതി. നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, എഴുതിക്കോ. ഇവിടുത്തെ ഹോസ്പിറ്റലിലെ റൂൾ അനുസരിച്ച് നിങ്ങളുടെ മൊബൈലിൽ ഒരു OTP വരും. OTP. ഇവിടെ OTP യാ? സംസാരം തിരിച്ചു കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? താങ്ക് യു സർ. ഓക്കെ. സൈബർ കുറ്റവാളികളുടെ തട്ടിപ്പിനിരയാവാതെ OTP സൂക്ഷ്മതയോടെ മാത്രം എല്ലാവരും ഉപയോഗിക്കുക. നന്ദി.